ഈസ് സ്റ്റാർ FM 90.55 സ്കൂളിലെങ്ങും പാട്ടായി. ഹലോ ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ്സ് മീ RJ ജസിന്ത. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എല്ലാവരും വാർഷിക പരീക്ഷയുടെ ചൂടിലായിരിക്കുമല്ലേ? നിങ്ങളെ ഒന്ന് തണുപ്പിക്കാനാണ് ഞാനും എൻ്റെ കൂട്ടുകാരും വന്നിരിക്കുന്നത്. 4Aയിലെ കൂട്ടുകാരുടെ കഥകളും പാട്ടുകളും ഒക്കെ നമുക്കൊന്ന് കേട്ടാലോ? നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആഗ്നയ്. പ്രധാന വാർത്തകൾ. റാഗിങ്ങിനെ പൂട്ടാൻ പ്രത്യേക ബെഞ്ച്. ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. CPIM സംസ്ഥാന സമ്മേളനം ഇന്ന് തുടങ്ങും. ഷഹബാസിന്റെ കൊലപാതകം, ഒരു വിദ്യാർത്ഥി കൂടി പിടിയിൽ. സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. NSS സ്കൂളുകളിലെ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തണം. സ്പോർട്സ്. പകവീട്ടി ഇന്ത്യ. ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയോട് ഏറ്റ തോൽവിക്ക് മധുര പ്രതികാരം. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. ആദ്യം തന്നെ നമുക്കൊരു പാട്ട് കേട്ടാലോ? 4Aയുടെ സ്വന്തം ഗായകനായ ഇർഫാനാണ് നിങ്ങളുടെ കാതിനെയും കരളിനെയും കുളിരണിയിക്കാൻ നല്ലൊരു മാപ്പിളപ്പാട്ടുമായി വരുന്നത്. എല്ലാവരും വരൂ, നമുക്ക് പാട്ട് കേൾക്കാം. ഞാൻ മുഹമ്മദ് ഇർഫാൻ. നീതിയുള്ള റാഹിമായ എൻ്റെ നാഥനെ കനിന്നു തന്നതാണ് നമുക്ക് ഈ റമളാനെ. ഷഹറ് 10 പിന്നെയൊന്ന് തീർത്ഥനാഥനെ ചേർത്തു വെച്ച് തന്നതല്ലയോ റമളാനെ. ബാബുകൾ മലക്ക തുറന്നിട്ടറിയാനേ, നാള് 30 നിനക്ക് കരുണ തരാനേ. കൊട്ടിയടച്ചങ്ങു വെക്കും ബാബു നീരാനേ, ഓതണം സദാസമയം തിരുക്കുറുക്കാനേ. നീതിയുള്ള റായിമായ എൻ്റെ നാഥനെ കനിന്നു തന്നതാ നമുക്ക് ഈ റമളാനെ. കരുണ തരും നാഥനെ ആദ്യ 10 കണ്ണിറന്നു തേടി നോക്ക് നീ റബ്ബില്. ആഗ്രഹങ്ങൾ ചൊല്ലിവെക്ക് റബ്ബിൻ മുന്നില്, റഹ്മത്തിന്റെ മഴ ചരിച്ചു നൽകും നിന്നില്. മഗ്ഫിറത്തിൻ 10 നീ കരമുയർത്തണം, നിന്റെ പാപ ചുമടുകുല്ലിറക്കി വെക്കണം. പൊറുത്തു നൽകുവാൻ അതിൽ കെഞ്ചി പറയണം, പൊറുത്തു എന്നുറക്കും വരെ നൊന്ത് കേഴണം. എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ ഇർഫാന്റെ പാട്ട്? എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കോ? കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാർ FM 90.55 സ്കൂളിലെങ്ങും പാട്ടായി. കൂടെ നിങ്ങളുടെ സ്വന്തം RJ ജസിന്ത. ബീറ്റടിച്ചിട്ട് റാപ്പടിച്ചപ്പ തീപ്പൊരിച്ച് മൂട്ടിലിമ്മിണി നേരം കൊണ്ടൊരു മാതിരി. എൻ്റെ പാട്ട് ബോറായിപ്പോയല്ലേ? നമുക്ക് തൊയ്ബിൻ്റെ ഒരു അടിപൊളി റാപ്പ് സോങ് കേട്ടാലോ? വരൂ കൂട്ടുകാരെ. എൻ്റെ പേര് മുഹമ്മദ് തൊയ്ബ്. ഞാൻ 4Aയിൽ പഠിക്കുന്നു. ഞാനൊരു റാപ്പ് സോങ്ങാണ് ഇവിടെ പാടാൻ പോകുന്നത്. അന്നൊരു നാളിൽ മിന്നണ രാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ, മഞ്ഞണി പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിൻ്റെ നായകനുണ്ണി പിറന്നേ. വിണ്ണിലോ താരകം, മണ്ണിലോ ആരവം, നെഞ്ചിലോ ബാൻഡടിയോ,
ഓ പാരാകെ പകലിറവരുമേതിരിയുടെ തിരിയലുകളിൽ ഒഴുകണ ഊരാകെ പല വഴികളിൽ ഇടവകയുടെ ചിരിയത് പടരണ ഉള്ളാകെ പുതുക്കനവതിലൊളി ചിത്രൻ ചെറുപടയുടെ വരവിതിരാവാണ് നേരാണ് വട്ടപ്പം വെന്തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ വട്ടപ്പം വെന്തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ കാത്തിടുന്നവർ കാലംബമാകും കാൽവരിയിലെ കണ്ണീരുമായിക്കും കണ്ണിൽ മിന്നണ കുഞ്ഞു പുഞ്ചിരി താരകങ്ങളോ പൂക്കളോ പാരാകെ പകലിറവരുമെതിരിയുടെ തിരിയലുകളിൽ ഒഴുകണ ഊരാകെ പല വഴികളിൽ ഇടവകയുടെ ചിരിയത് പടയണ ഉള്ളാകെ പുതുക്കനവതിലൊളി ചിത്രൻ ചെറുപടയുടെ വരവിതിരാവാണ് നേരാണ് വട്ടപ്പം വെന്തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ വട്ടപ്പം വെന്തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. ഇർഫാന്റെ മാപ്പിളപ്പാട്ടും തൊയ്ബിന്റെ റാപ്പ് സോങ്ങും എല്ലാം അടിപൊളിയായിരുന്നില്ലേ? ഇനി നമുക്കൊരു കഥ കേട്ടാലോ? കഥയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് നാലയുടെ കൊച്ചുമിടുക്കി സഖ്യ. ഹലോ കൂട്ടുകാരെ, ഞാൻ സക്കിയ. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നല്ലൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നെയും നിങ്ങളെയും പോലെ നല്ലൊരു മിടുക്കന്റെ കഥ. നമുക്ക് കഥയിലേക്ക് പോയാലോ? ഒരു ദിവസം കണക്ക് അധ്യാപകൻ എല്ലാ കുട്ടികൾക്കും ഹോംവർക്ക് നൽകി. എല്ലാ കുട്ടികളും വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്തു. അടുത്ത ദിവസം എല്ലാവരും സ്കൂളിലേക്ക് മടങ്ങി. കണക്കധ്യാപകൻ എല്ലാവരുടെയും ഹോംവർക്ക് ചെക്ക് ചെയ്തു. എല്ലാവരും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കുട്ടി മാത്രമേ ശരിയുത്തരമായി ഹോംവർക്ക് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ മാഷ് പറഞ്ഞു. നമ്മുടെ പിൻബെഞ്ചിലിരിക്കുന്ന ഗോപാലാണ്. എല്ലാ കുട്ടികളും ഗോപാലനെ അത്ഭുതത്തോടെ നോക്കി. അധ്യാപകൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വളരെ കടുപ്പമേറിയ ഹോംവർക്കായിരുന്നു തന്നിരുന്നത്. എല്ലാവരും പരിശ്രമിക്കണം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഞാൻ ഈ വർക്ക് തന്നത്. ഇതിൽ ഗോപാല് മാത്രമാണ് ശരിയുത്തരമായി ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഗോപാൽ ഇനി പിൻബെഞ്ചിലല്ല ഇരിക്കേണ്ടത്, മുൻബെഞ്ചിലാണ്. അധ്യാപകൻ ഗോപാലനോട് പറഞ്ഞു. ഗോപാൽ എഴുന്നേറ്റ് നിന്നതല്ലാതെ മുന്നിലേക്ക് വന്നതേയില്ല. അധ്യാപകൻ വീണ്ടും വീണ്ടും പറഞ്ഞു. ഗോപാലന്റെ കണ്ണുകൾ നിറഞ്ഞു. ഗോപാൽ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, മാഷേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ വർക്ക് ഒറ്റയ്ക്ക് ചെയ്തതല്ല, മറ്റൊരാളുടെ സഹായം തേടിയിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്കിത് കേട്ടപ്പോൾ എന്താണ് തോന്നുന്നത്? മാഷിന് ദേഷ്യം വന്ന് കാണുമോ ഇത് കേട്ടപ്പോൾ? ഇനി നമുക്ക് കഥയുടെ ബാക്കിയിലേക്ക് പോയാലോ? കേട്ടപ്പോൾ അധ്യാപകന്റെ സന്തോഷം ഇരട്ടിച്ചു. ഇത്രയും സത്യസന്ധനായ കുട്ടിയോ? ഗോപാലനോട് അധ്യാപകൻ പറഞ്ഞു, നീ ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഒന്നാമതായിരിക്കും. അധ്യാപകന്റെ ആ വാക്ക് യാഥാർത്ഥ്യമായി. നിങ്ങൾക്കറിയേണ്ട ആ സത്യസന്ധനായ കുട്ടിയെ? ഞാനൊരു ക്ലൂ തരാം. നമ്മുടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ്. നിങ്ങൾക്കറിയാമോ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണെന്ന്? അതെ, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ആ സത്യസന്ധനായ കുട്ടി. നിങ്ങളും സത്യസന്ധത പുലർത്തുക. നന്ദി, നമസ്കാരം. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നല്ലൊരു കഥയാണ് സഖ്യ നമുക്ക് പറഞ്ഞു തന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയെ കുറിച്ച് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോഖലെയുടെ സത്യസന്ധതയെക്കുറിച്ചാണ് സഖ്യ നമുക്ക് ഈ കഥയിലൂടെ പറഞ്ഞു തന്നത്. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സത്യത്തെ മുറുകെ പിടിക്കുക. നമുക്കിനി 4Aയിലെ
കുറച്ച് വിശേഷങ്ങൾ കേട്ടാലോ? 4Aയിലെ വാർത്തകളുമായി എത്തുന്നു ഷംനാസ്. നമസ്കാരം. 4 വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മുഹമ്മദ് ഷംനാസ്. പ്രധാന വാർത്തകൾ. അനസിന് പരിക്ക്. അമൃത ടീച്ചറിന്റെ ശബ്ദം തിരിച്ചു വരില്ലേ, അൽമിയയുടെ പ്രാർത്ഥന. വാർത്തകൾ വിശദമായി. അനസിന് പരിക്ക്. 4 ക്ലാസ്സിലെ അനസിന് കൈവിരലിൽ പരിക്ക് പറ്റി. സ്വന്തം കുപ്പി കയ്യിൽ വീണാണ് അപകടം പറ്റിയത്. വെള്ളം കുടിക്കുന്നതിനിടയിൽ കൈവിരലിലേക്ക് വീഴുകയായിരുന്നു. ചതവ് പറ്റിയിട്ടും വേദന സഹിച്ച് കരയാതെ നിന്നു. അധ്യാപിക ക്ലാസ്സിൽ വന്നപ്പോൾ മറ്റു കുട്ടികൾ ശ്രദ്ധയിൽപ്പെടുത്തി. അധ്യാപിക മരുന്ന് പുരട്ടി കൊടുത്തു. അവന്റെ വേദനയ്ക്ക് ആശ്വാസം പകർന്നു. അമൃത ടീച്ചറിന്റെ ശബ്ദം തിരിച്ചു വരില്ലേ എന്ന അന്മയുടെ പ്രാർത്ഥന. കുറച്ചു ദിവസമായി 4 ക്ലാസ്സിലെ അമൃത ടീച്ചറുടെ ശബ്ദം പോയിട്ട് അന്മയ്ക്ക് ടീച്ചറുടെ ഈ ശബ്ദം ഇഷ്ടപ്പെടുകയും അവൾ ദൈവത്തോട് ടീച്ചറുടെ ശബ്ദം തിരിച്ചു വരില്ലേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ടീച്ചറിന്റെ ശബ്ദം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അന്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. നന്ദി, നമസ്കാരം. ഷംനാസിന്റെ 4Aയിലെ വിശേഷങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? നല്ല രസമുണ്ടായിരുന്നല്ലേ? നല്ല തമാശ. നിങ്ങൾക്കിഷ്ടമായില്ലേ 4Aയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ? നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാർ FM 90.55. സ്കൂളിലെങ്ങും പാട്ടായി. ഇറ്റ്സ് മീ RJ ജസിന്ത. 4Aയിലെ കൂട്ടുകാർ അവതരിപ്പിച്ച കഥകളും പാട്ടുകളും എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടമായോ? കുറേ കഥകളും പാട്ടുകളും ഒക്കെ ആയി ഞങ്ങൾ വീണ്ടും എത്തും. എല്ലാവരും വാർഷിക പരീക്ഷയ്ക്കായി നന്നായി തയ്യാറെടുക്കുക. ഇന്ന് നിങ്ങളോട് വിട വാങ്ങുന്നു നിങ്ങളുടെ സ്വന്തം RJ ജസിന്ത, കൂടെ 4Aയിലെ കൂട്ടുകാരും. എല്ലാവർക്കും ശുഭദിനം.